കളത്രം ഭാഗം 53. ഞാൻ നിങ്ങളെ ആരെയും കുറ്റവാളിയായി കണ്ടിട്ട് ചോദിച്ചതല്ല. സത്യ, നിനക്ക് മാത്രമേ അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. നീ അത് ഒളിക്കും തോറും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കുറ്റക്കാരാണ്. കുഞ്ഞു കുട്ടികൾ രണ്ടുപേരുള്ളത് കൊണ്ട് അവരുടെ വികൃതിയാകുമോ എന്നുള്ള ഭയമാണ് അമ്മയ്ക്ക്. അവരത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്കും അത്ര ഇഷ്ടമുള്ള കുട്ടികളല്ലേ, അവരുടെ മേലെ ഇങ്ങനെ ഒരു ആരോപണം ശരിയാണോ? തന്റെ മക്കളാണ് കുറ്റക്കാരെന്നോർത്ത് വിവേക് ഞെട്ടി. അവൻ മായമ്മയെ നോക്കി. എനിക്കറിയില്ല മോനെ എന്നൊരു ഭാവം അവിടെ തെളിഞ്ഞു. കഴുത്തിന്റെ വേദനയെക്കുറിച്ച് ഓർക്കാതെ അവൾ ഞെട്ടി മുഖമുയർത്തി. കുഞ്ഞുങ്ങളുടെ മേലെ പഴിചാരാൻ സമ്മതിക്കില്ലെന്ന ഭാവം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ നിറഞ്ഞ കണ്ണുകളാണ് ജയദേവന് ഉത്തരം നൽകിയത്. ആ കണ്ണുകൾ കണ്ട് തന്റെ ചോദ്യത്തിൽ നിന്ന് പിന്മാറാൻ ജയദേവൻ ഉദ്ദേശിച്ചിരുന്നില്ല. വാ തുറന്ന് സത്യ സംസാരിക്കണമെന്ന വാശി അവനിൽ നിറഞ്ഞു. നീ എന്തോ ഒളിക്കുന്നുണ്ട് സത്യ. നിന്റെ മനസ്സിൽ എന്താണോ അത് തുറന്നു പറ. നിനക്കറിയാം ഇങ്ങനെ പൊള്ളാനുള്ള കാരണം. നീ കാരണം പറഞ്ഞില്ലെങ്കിൽ ആ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് സംശയിക്കേണ്ടി വരും. എപ്പോഴും ഇവിടെ വന്നു പോകുന്ന കുട്ടികൾ, ഈ രണ്ട് വീടുകൾ തമ്മിലുള്ള ബന്ധം, അതെല്ലാം ഓർത്തിട്ട് വേണം നീ സത്യത്തെ ഒളിപ്പിക്കാൻ. ജയദേവൻ ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞു. തന്റെ വാക്കുകൾ കേട്ടുള്ള സത്യയുടെ ഞെട്ടൽ മാത്രം മതിയായിരുന്നു സത്യം അവന് ബോധ്യപ്പെടാൻ. ആ നിമിഷം സുരഭി അവളുടെ മുറിയിലേക്ക് ഓടിയിരുന്നു. സത്യ പറയാതെ തന്നെ ആളെ തിരിച്ചറിഞ്ഞ എല്ലാവരും ഞെട്ടലിലായി. സുരഭിയോ? മായമ്മ മുഖം ചുളിച്ചു. വിവേക് അത് പ്രതീക്ഷിച്ചതാണെന്ന മട്ടിൽ മായമ്മയെ നോക്കി. മാഷൂട്ടിയുടെ തുടയിൽ പിച്ചി രക്തം ചുവന്നു കിടക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോഴുമുണ്ട് അവളുടെ തുടയിൽ ആ പാട്. വിവേക് മോളെ എടുത്ത് കാണിക്കുമ്പോൾ സത്യയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഒരാൾ പിച്ചിയതാണെന്ന് വ്യക്തമാക്കുന്ന ചുവന്ന പാട്. രക്തം ചത്ത് കിടക്കുകയാണ്. സത്യയുടെ നെഞ്ചിൽ ഒരു നോവ് തോന്നി. കണ്ട കാലം മുതൽ സ്നേഹത്തോടെയും കൗതുകത്തോടെയും ചേർത്ത് പിടിച്ച മക്കളാണ്. വിവേകേട്ടന്റെ ഇഷ്ടക്കേട് പോലും കണക്കിലെടുക്കാതെ താൻ അടുത്തതാണ്. വിനയും വിജയും അവശേഷിപ്പിച്ച വിടവ് നികത്തി തന്റെ മുഷിഞ്ഞ സമയങ്ങളെ കവർന്നവർ. അവൾ കൈ നീട്ടിയപ്പോൾ ഊവൊന്ന് ചുണ്ടുകൂർപ്പിച്ച് വിതുമ്പി മാഷൂട്ടി സത്യയുടെ കൈയിലേക്ക് ചൂണ്ടി. മക്കളുടെ കണ്ണുകളിൽ അപ്പോഴും തന്റെ പൊള്ളലാണെന്ന് കണ്ടവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദ്യമായി വിവേകിന് അസ്വസ്ഥത തോന്നി. തന്റെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന വെറും ഒരു അയൽക്കാരി ആയിരുന്നില്ല അവന് സത്യ. ആത്മാവിനോളം ആഴത്തിൽ ആരുമറിയാതെ പ്രണയിച്ച് ആരുമറിയാതെ ഉപേക്ഷിച്ച് കളഞ്ഞവന് നഷ്ടബോധത്തിന്റെ നീണ്ട നിര തന്നെയുണ്ട്. ഒപ്പം കൂട്ടുകാരന്റെ പെണ്ണിനെ മോഹിച്ചു പോയതിലെ കുറ്റബോധവും. തുറന്നു പറഞ്ഞില്ലെങ്കിലും മകന്റെ ഉള്ള മനസ്സിലാക്കിയ വിനോദ് അവന്റെ തോളിലൊന്നു തട്ടി. ആ തട്ടൽ അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. താൻ അവളുടെ നിറഞ്ഞ കണ്ണുനീർ തുള്ളികളിൽ സ്വയം മറന്ന് ഭ്രമിച്ചു പോയിരുന്നു എന്നോർത്ത് അവനിൽ വെപ്രാളം നിറഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇല്ല, സത്യം ഒരിക്കലും സൂരജ് എന്നൊരു ബിന്ദുവിൽ നിന്ന് മാറി ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. മക്കളോടുള്ളത് കേവലം ഒരു വ്യക്തിക്ക് നിരന്തരം കാണുമ്പോഴുണ്ടാകുന്ന വാത്സല്യം മാത്രമാണ്. വിവേകിന്റെ എന്നല്ല, ആരുടെ മക്കളായാലും അവൾ ഇങ്ങനെ തന്നെ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ നിന്റെ സ്നേഹവും കരുതലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു സത്യ. ഉള്ളിൽ കുഴിച്ചു മൂടിയതൊക്കെ പുറത്തേക്ക് വരുന്നത് പോലെ. എന്റെ യോഗ്യതകളുടെ നീണ്ട നിരകൾക്കൊടുവിൽ ഒതുക്കി വെച്ച പ്രണയം പുറത്തേക്ക് പ്രവഹിക്കുന്നത് പോലെ ഞാൻ ഇനിയും പഴയതിനേക്കാൾ കൂടുതൽ ഉൾവലിയേണ്ടിയിരിക്കുന്നു. വിവേക് അവളിൽ നിന്ന് മുഖം മാറ്റി. മാഷൂട്ടിയുടെ കാലിലെ പാടിൽ എല്ലാവരും കുറച്ചു സമയം നിശബ്ദരായി. ഒടുവിൽ മായമ്മ മൗനം ഭേദിച്ചു. നേരാ ജയ, ഞാനും വിവേകും ഈ കാര്യം സംസാരിച്ചതാണ്. ഇവൻ എന്നോട് സുരഭിയെ സംശയമുണ്ടെന്ന് പറയുകയും ചെയ്തതാ. കാരണം സത്യ ഇതുവരെ കുഞ്ഞുങ്ങളെ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല. ദേഷ്യം വന്ന് അവളെ എന്തുമാത്രം കടിച്ചിട്ടുണ്ട് ഈ പിള്ളേര്. പക്ഷേ വഴക്ക് പറയുന്നതല്ലാതെ അവൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കണ്ണിനു മുന്നിൽ കാണാത്ത കാര്യം എങ്ങനെയാ പറയുക? സത്യയോട് ചോദിച്ചപ്പോൾ അവളും കൈമലർത്തിയില്ലേ? സുരഭി എന്താ ചെയ്തതെന്ന് പറയേണ്ടത് സത്യയല്ലേ? ചേച്ചി ഇടുന്നത് ഞാനും കണ്ടിട്ടില്ല മായമ്മയമ്മേ. ആ സമയത്ത് ചേച്ചി വന്നിരുന്നു. പക്ഷേ സത്യ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. പക്ഷേ ജയദേവൻ മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. എല്ലാവരുടെയും ദൃഷ്ടി സുരഭിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് നടന്നത് പറയാൻ അവളും നിർബന്ധിതയായി. തന്റെ ഉള്ളിലെ സംശയവും ഒപ്പം ആ സമയം വെള്ളം കുടിക്കാൻ സുരഭി എത്തിയ കാര്യവും സത്യ പറയുമ്പോൾ ജയദേവൻ കൈകൾ കൂട്ടിത്തിരുമി. സുരഭിക്ക് ഇത്ര ക്രൂരയാവാൻ കഴിയുമോ? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ജയ. തുളസി ജയദേവനോട് പറഞ്ഞുകൊണ്ട് സുരഭിയെ വിളിക്കാൻ മുറിയിലേക്ക് പോയി. പിന്നാലെ സത്യയോട് മുറിയിൽ പോയി കിടന്നുകൊള്ളാൻ ജയദേവൻ പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചു.
കാരണം സുരഭി ഇറങ്ങി വരുമ്പോൾ താനും എല്ലാം കണ്ടുകൊണ്ട് ഒപ്പം നിൽക്കുന്നത് അവളുടെ ദേഷ്യം കൂട്ടുകയുള്ളതെന്ന് അവൾക്കറിയാം. ആ അറിവ് ജയദേവൻ കൂടി പറഞ്ഞപ്പോൾ സത്യ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി കിടന്നു. അവിടെ ഇപ്പോഴും അവരുടെ കുഴമ്പിന്റെ മണം തങ്ങി നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ കിടക്കയിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾക്കൊപ്പം മോക്ഷം കിട്ടാതെ രണ്ട് ആത്മാക്കളും വിലപിക്കുന്നുണ്ടായിരുന്നു. തുളസി പലവട്ടം ഡോറിൽ തട്ടി വിളിച്ചിട്ടും സുരഭി വാതിൽ തുറന്നിരുന്നില്ല. എപ്പോഴായാലും നീ വെളിയിലേക്ക് തന്നെ ഇറങ്ങില്ലേ സുരഭി, ഇതിന് മറുപടി അപ്പോൾ തരാൻ ഞാൻ. അവർ അരിശത്തോടെ ഹാളിലേക്ക് തന്നെ തിരികെ വന്നു. അവളെ എല്ലാവർക്കും മുമ്പിൽ ശിക്ഷിക്കണമെന്ന ഉദ്ദേശത്തിലല്ല, ഞാൻ സത്യമറിയാൻ വേണ്ടിയാണ് ഇതുവരെ ശ്രമിച്ചത്. ഇത്രയുമൊക്കെ എത്തിയ സ്ഥിതിക്ക് എനിക്കും വിവേകനും സൂര്യയ്ക്കും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അമ്മ കൂടി അറിയണമെന്ന് തോന്നുന്നു. കാരണം എല്ലായ്പ്പോഴും നമുക്ക് സുരഭിയുടെ പിന്നാലെ നടക്കാനോ ശ്രദ്ധിക്കാനോ പറ്റില്ലല്ലോ. സുരഭിയുടെ ഒരു കൂട്ടുകാരിയില്ലേ അമൃത, ആ കുട്ടി ജയിലിലാണ്. തുളസി ഞെട്ടി. ആ കുട്ടിയുടെ സഹോദരിയും ഭർത്താവും സുരഭി മുൻപ് പഠിപ്പിച്ച കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല. അവർക്കവിടെ വേറെയാണ് ബിസിനസ്. തുളസി കാര്യമറിയാതെ ജയദേവനെ നോക്കി. അമ്മയ്ക്കറിയാലോ, ഇതേപോലെയുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ബന്ധുക്കളും പരിചയക്കാരും എന്തിന് ആളുകൾ ചോദിച്ചറിഞ്ഞു പോലും ചെന്ന് അവരെ കാണുമെന്നും കുട്ടികളുടെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുമെന്നും. ഞാനും സംസാരിച്ചതാണല്ലോ ജയ, തുളസി വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതേപോലെ ആയിരുന്നു അമൃതയുടെ ചേച്ചിയും ചേട്ടനും അഭിനയിച്ചത്. സുരഭിയെ കൂടെ കൂട്ടിയതുപോലെ അമൃത പലരെയും കൂടെ കൂട്ടിയിരുന്നു. ഓരോ കുട്ടികളും ഡ്രഗ്സ് എത്തിക്കുന്ന ഇടനിലക്കാരാണ്. പോരാത്തതിന് മറ്റ് ഇമ്മോറൽ ആക്ടിവിറ്റീസ്. എന്തോ ഭാഗ്യത്തിനാണ് സുരഭി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അവളെ എന്റെ കൺമുന്നിൽ തന്നെ നിർത്തി പഠിപ്പിക്കുന്നത്. അധികം വിശദീകരിക്കാതെ ജയദേവൻ ചുരുക്കി പറഞ്ഞ വാക്കുകളിൽ തുളസി നടുങ്ങി. അതിനു മാത്രം ഞാൻ എന്ത് പാപമാണ് ജയ ചെയ്തിട്ടുള്ളത്? തുളസിയുടെ തകർന്ന ചോദ്യത്തിന് ജയന്റെ പക്കൽ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജന്മം അവർക്ക് വിധിച്ചിരിക്കുന്ന സങ്കടക്കടൽ വറ്റിച്ചു കളയാനും അവനാവുമായിരുന്നില്ല. പകരം തളർന്നു പോകുന്ന ആ ചുമലുകൾക്ക് താങ്ങായി നിൽക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ആ മനസ്സ് ഏറെ സ്നേഹിക്കുന്ന ഒരുവളെ കൂടി ചേർത്ത് പിടിക്കാനും. പക്ഷേ അവൾക്കും ദുരിതക്കയങ്ങൾ ഒരുപാട് താണ്ടി പോകുവാനുണ്ടെന്ന് അവനറിയാമായിരുന്നു. സുരഭി ചെയ്ത തെറ്റിന് ശിക്ഷ മേല് നോവിച്ചുകൊണ്ട് നൽകിയാൽ അതിന്റെ അനന്തരഫലം നമ്മൾ ചിന്തിക്കുന്നത് പോലെയാവില്ല. അവളുടെ കൂട്ടുകെട്ടുകൾ പോലും നമുക്കറിയില്ല. പൊതിഞ്ഞു പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവളത് മറികടന്ന് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നഷ്ടം അവളുടെ ഏറ്റവും വലിയ ശത്രുവിനാണ്. പ്രത്യക്ഷത്തിൽ സുരഭി അവളുടെ ശത്രുവായി പ്രഖ്യാപിച്ചത് സത്യയെയാണ്. ഇത്രയും ക്രൂരത കാണിക്കാൻ അവൾ തയ്യാറായെങ്കിൽ ഇതിലും കൂടുതൽ അവളിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഇവർക്കൊക്കെ സത്യയോട് ഇത്ര ദേഷ്യം വരാൻ എന്താ ജയ കാരണം? ജയദേവൻ ചിരിച്ചു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒറ്റ കുട്ടിയായി വളർന്ന ഒരാൾക്ക് അനിയനോ അനിയത്തിയോ ജനിക്കുമ്പോൾ തോന്നുന്ന ഇഷ്ടക്കേടില്ലേ, അതിനെന്താ കാരണം? മനഃപൂർവ്വമല്ലാത്ത ചില സാഹചര്യങ്ങൾ മൂത്ത കുട്ടിയുടെ മനസ്സിൽ കരടായി വീഴുന്നത് കൊണ്ടാണ്. ഇവിടെ എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ടാണ് സത്യ വളർന്നത്. സൂരജിന് അവൾ കരടല്ലായിരുന്നു എന്ന് തീർത്തു പറയാനും കഴിയില്ല. അവന്റെ പ്രണയമെന്ന വിധത്തിൽ സത്യയെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്താണ്? അവളെ തന്റെ അടിമയെ കാണാനുള്ള ത്വരയല്ലേ? ഈ വീട് തന്നെ സത്യയുടെ പേരിലാണ്. അവൾക്ക് പാടാനും നൃത്തം ചെയ്യാനും പഠിക്കാനും കഴിവുകളുണ്ട്. പിന്നെയോ സ്വന്തം അമ്മയ്ക്ക് വരെ സ്നേഹ കൂടുതൽ സത്യയോട്. ഇത്രയൊക്കെ പോരെ ചെറിയ പ്രായം മുതൽ അസൂയയും കുശുമ്പും ഉണ്ടാകാൻ? പ്രായം കൂടുന്തോറും അതും വളർന്നു. തുളസി പൂർണ്ണമായും തളർന്നു. അവർ സത്യ കിടക്കുന്ന മുറിയിലേക്ക് നോക്കി. അവളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ പേരിൽ അമ്മ വീണ്ടും നോവുന്നല്ലോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. കഴിഞ്ഞ കാര്യം കഴിയുന്ന മട്ടിൽ തന്നെ വിടാം. അവസരം വരുമ്പോൾ അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എല്ലാം അറിഞ്ഞെന്ന ഭാവം അമ്മയ്ക്ക് ഒളിപ്പിക്കാൻ കഴിയില്ലെന്നറിയാം. പക്ഷേ അവളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒന്നും വേണ്ട. ജയദേവൻ അല്പനേരം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പോയത്. വിവേക നിർബന്ധപൂർവ്വം മക്കളെ കൂടെ കൂട്ടുമ്പോൾ എതിർക്കാൻ കഴിയാതെ സത്യ തളർന്നു പോയിരുന്നു. ഒരച്ഛന്റെ ആദി അവനിൽ പ്രകടമായിരുന്നത് കൊണ്ട് തുളസിയും അവനെ സപ്പോർട്ട് ചെയ്തു. നാളെ അവരെ ഇങ്ങ് വിടാമെന്ന് മായമ്മ സത്യയോട് പറഞ്ഞിട്ടാണ് പോയത്. തന്റെ ശരീരത്തിലെ പൊള്ളൽ പാടുകൾ സത്യയിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. തുളസി കാണിക്കുന്ന വെറുപ്പും അവഗണനയും പരിചിതമാണെങ്കിലും മനസാക്ഷിയില്ലാത്തവളെന്ന മുദ്രകുത്തൽ സുരഭിയെ കൂടുതൽ വാശിയിലാക്കി.
താനാണ് എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതിന്റെ കുറ്റബോധമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇനിയും ചെയ്യുമെന്ന് തുളസിയുടെ മുഖത്ത് നോക്കി ക്രൂരതയോടെ പറയുമ്പോൾ അത് നോക്കി പകച്ചു നിൽക്കാൻ മാത്രമേ അവർക്കും കഴിഞ്ഞുള്ളൂ. മറ്റുള്ളവർ തന്നെ ഭയക്കാൻ തുടങ്ങിയെന്ന ആനന്ദത്തിന് മൂർച്ച കൂട്ടുന്നത് പോലെ സുരഭി സത്യയുടെ അറപ്പും വെറുപ്പും കാണിക്കുവാൻ തുടങ്ങി. തരം കിട്ടുമ്പോഴൊക്കെ അവളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയിട്ടും സത്യ ഒരു വട്ടം പോലും കണ്ണാടിയിൽ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. തൻ്റെ കയ്യിലെയും കാലിലെയും പാടുകൾ തന്നെ അവളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മുഖത്തെ ചെറിയ പാടുകൾ മാറുമെങ്കിലും കഴുത്തിലെയും കൈപ്പത്തിയിലെയും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. പൊള്ളല് കൂടുതലേറ്റത് കൊണ്ട് അവ സാവധാനമേ മാറൂ. സാരംഗിയും വീട്ടുകാരുമെല്ലാം ഇടയ്ക്കിടെ കാണാൻ വരുമ്പോഴൊക്കെ ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ സത്യ അഭിനയിച്ചു നിന്നു. പെൺകുട്ടികൾ അവരുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും ഏറ്റവും ശ്രദ്ധിക്കുന്ന ഈ പ്രായത്തിൽ സത്യയുടെ ഈ അനുഭവം അവളെ എത്രമാത്രം പിടിച്ചുലച്ചിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഗായത്രിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സത്യയ്ക്ക് ഉപയോഗിക്കാൻ പ്രത്യേക ക്രീമുകൾ ഉൾപ്പെടെ അവർ കൊണ്ടുവന്നിരുന്നു. മുഖത്തെ കരിഞ്ഞ പാടുകളിൽ തുളസി കറ്റാർവാഴയുടെ നീര് ഇടയ്ക്കിടെ കോഴിത്തൂവൽ കൊണ്ട് തേച്ചു കൊടുത്തിരുന്നു. മുഖത്തെ പാടുകളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്നാമത്തെ പ്രാവശ്യം അവളെ കാണാനെത്തിയ ഗായത്രി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവർക്കും സങ്കടമായിരുന്നു അവളുടെ ഈ രൂപത്തിൽ. എല്ലാം ഒന്ന് കരിഞ്ഞിട്ട് ക്രീമുകൾ കൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് സർജറി നടത്താം സത്യ. കഴുത്തിലെയും കയ്യിലെയും പൊള്ളിയ ഭാഗങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയൊന്നും നടന്നതിന്റെ നേർത്ത പാടുപോലും ഇല്ലാതെ എല്ലാം മായ്ച്ചു കളയാം നമുക്ക്. രജിത്ത് കൂടി ഉറപ്പിച്ചു പറയുമ്പോൾ സത്യ സമ്മതമെന്ന മട്ടിൽ തലയാട്ടി. സുരഭിയുടെ മുഖമിരുണ്ടു. താൻ ചെയ്തതൊക്കെ വെറുതെയായോ എന്ന മട്ടിൽ. ഇപ്പോഴും രക്ഷിതിന്റെ കണ്ണുകളിൽ സത്യയോടുള്ള പ്രണയത്തിന് മങ്ങൽ വന്നിട്ടില്ലെന്നത് അവളെ ഭയപ്പെടുത്തി. അതെല്ലാം തന്നെ ദേഷ്യമായി സത്യയോട് പ്രയോഗിക്കാൻ അവൾ തയ്യാറെടുത്തു. ഇതിനിടയിൽ പലവട്ടം കൃഷ്ണ വിളിച്ചെങ്കിലും സുരഭി അവളുടെ കോളുകൾ റിജക്റ്റ് ചെയ്തു വിട്ടു. എല്ലാവരും പോയ സമയത്ത് സുരഭി സത്യയുടെ മുറിയിലേക്ക് ചെന്നു. തുടരും.